സഹോദരങ്ങളെ, ഒരു മനുഷ്യന്റെ മനസ്സിൽ അവൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന, അവന്റെ മനസ്സിൽ അവൻ നിരന്തരമായി കൊണ്ടു നടക്കുന്ന ഒരാഗ്രഹവും അതിനു വേണ്ടിയുള്ള നിരന്തരമായ പ്രാർത്ഥനയും നടത്തിക്കൊണ്ടിരിക്കുന്ന വിഷയമാണ് സർവലോക പരിപാലകനായ റബ്ബേ, നിന്നെ കാണുവാൻ നീ എനിക്ക് ഭാഗ്യം തരണേ എന്ന്. അതിനുവേണ്ടി നിരന്തരമായി പ്രാർത്ഥിക്കുന്ന നമ്മൾ ഓരോരുത്തരും അതിൻ്റെ ഗൗരവം, അതിൻ്റെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. സഹോദരന്മാരെ, ആലോചിച്ചു നോക്കൂ. നമ്മിൽ നിന്ന് ഒരുപാട് കാലമായി മരണത്താൽ വേർപിരിഞ്ഞു പോയിട്ടുള്ള നമ്മുടെ മാതാപിതാക്കൾ, അതുപോലെ തന്നെ നമ്മുടെ ബന്ധുമിത്രാദികൾ, അതുപോലെ തന്നെ വ്യത്യസ്തങ്ങളായ രാജ്യങ്ങളിൽ നമ്മുടെ കൂടെ ഇല്ലാതെ മറ്റു സ്ഥലങ്ങളിലായി അകന്നു കഴിയുന്ന നമ്മുടെ വേണ്ടപ്പെട്ടവർ, ഇവരെയൊക്കെ ഒന്ന് കാണാൻ കഴിഞ്ഞെങ്കിൽ എന്ന് ആഗ്രഹിക്കാത്ത ആളുകൾ ആരാണുള്ളത്? നമ്മെ ഏറെ സ്നേഹിക്കുന്നവരെ, നമുക്ക് വേണ്ടതെല്ലാം ചെയ്തു തരുന്നവരെ കാണണം, അവരുമായിട്ടൊന്ന് ഒന്നിച്ചിരിക്കണം എന്ന് ആഗ്രഹമില്ലാത്ത ആളുകൾ നമ്മുടെ കൂട്ടത്തിലില്ല. ആ നിലക്ക് നമ്മെ ഏറെ സ്നേഹിക്കുന്ന സർവലോക പരിപാലകനായ റബ്ബുൽ ആലമീൻ നിരന്തരമായി നമ്മൾ വിളിച്ചു തേടിക്കൊണ്ടിരിക്കുന്ന യാ അല്ലാഹ്, യാ റബ്ബ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ തേടിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ നാഥൻ, റഹ്മാനായ നാഥൻ, റഹീമായ നാഥൻ, റഊഫായ നാഥൻ, വദൂദായ നാഥൻ, അലീമും സമീഉം ബസീറുമൊക്കെയായ നാഥൻ നമുക്ക് വേണ്ടതെല്ലാം വേണ്ട അളവിൽ നൽകി, നമുക്ക് വേണ്ടതെല്ലാം ഓരോ ഘട്ടങ്ങളിലും നൽകി, നമ്മെ സൃഷ്ടിച്ച് സംരക്ഷിച്ചു പരിപാലിച്ചു പോരുന്ന പ്രപഞ്ചത്തിന്റെ നാഥനായ ആ റബ്ബിനെ കാണണമെന്ന് ആഗ്രഹമില്ലാത്ത ആരെങ്കിലും സഹോദരന്മാരെ നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാകുമോ? നമുക്ക് ശ്വസിക്കാൻ വായു തന്ന, കുടിക്കാൻ വെള്ളം തന്ന, നമുക്ക് നടക്കാൻ കാലുകൾ തന്ന, പിടിക്കാൻ കൈകൾ തന്ന, വേണ്ട നമുക്ക് മനസ്സിലാക്കാൻ സാധ്യമല്ലാത്ത വിധം നമ്മുടെ ശരീരത്തിന്റെ ഉൾഭാഗത്ത് ധാരാളക്കണക്കിന് ഉപകരണങ്ങളും സംവിധാനങ്ങളും നൽകി അനുഗ്രഹിച്ചവനായ നാഥൻ, ആ നാഥനെ ഒരു നോക്ക് കാണാൻ, അവനെ ഒന്ന് കണ്ണിറയെ കാണാൻ, അവന്റെ മുഖത്തേക്കൊന്ന് സന്തോഷത്തോടുകൂടെ നോക്കാൻ ഒരവസരം ലഭിക്കണേ എന്ന് ആഗ്രഹത്തോടു കൂടെയാണ് പ്രിയമുള്ളവരെ നമ്മളെല്ലാം ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. എങ്കിൽ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ദാ നിരന്തരമായി ഈ ആഗ്രഹം റബ്ബിന്റെ മുമ്പിൽ എപ്പോഴും പങ്കുവെക്കാറുണ്ട്. ആ പ്രാർത്ഥന നമ്മളും പഠിച്ചു വെക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു റബ്ബുൽ ആലമീനിനോട് ചോദിക്കുകയാണ്, വസ്അലുക ലദ്ദതൻ നളരി ഇലാ വജ്ഹിക്, വസ്അലുക ലദ്ദതൻ നളരി ഇലാ വജ്ഹിക് വശൗഖ ഇലാ ലിഖാഇക് ഫീ ഗൈരി ളറാഅ മുദിറത്തിൻ വലാ ഫിത്നത്തിൻ ഫുളില്ലത്തിൻ അല്ലാഹുമ്മ സയ്യിനാ ബിസീനത്തിൽ ഈമാൻ വജഅൽനാ ഹുദാതൻ മുഹ്തദീൻ. അല്ലാഹുവേ, നിന്നെ ഒന്ന് കാണാൻ, നിന്റെ മുഖത്തേക്കൊന്ന് നോക്കാൻ, നിന്നെ കണ്ടു ഒന്ന് ആനന്ദിക്കാൻ റബ്ബേ നിന്നോട് ഞാൻ യാചിക്കുന്നു. നിന്നെ കണ്ട് ആനന്ദിക്കാനുള്ള ഒരു തൗഫീഖ്, അതിനുള്ള ഭാഗ്യം നീ എനിക്ക് തരണേ. നീ എനിക്ക് ഈമാൻ കൊണ്ട് എന്റെ ഹൃദയത്തിന് നീ ഏറ്റവും നല്ല രൂപത്തിലുള്ള നിർഭയത്വം തരണേ. നിന്റെ മാർഗദർശനം ലഭിച്ച മുന്നണി പോരാളികളിൽ, ഹിദായത്ത് കിട്ടിയവരിൽ നീ ഞങ്ങളെ ചേർത്ത് തരണേ അല്ലാ എന്ന് തേടിക്കൊണ്ടിരിക്കുന്നവരാണ് വിശ്വാസികൾ. ഓ സഹോദരന്മാരെ, നമ്മൾ ചിന്തിക്കണം, ഈ ലോകത്ത് വെച്ച് എത്ര മഹാനാണെങ്കിലും അല്ലാഹനെ ഒന്ന് ഒരു നോക്ക് കാണാൻ കഴിയില്ല. മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം ആഗ്രഹം റബ്ബിനോട് പങ്കുവെച്ചതാണ്. അല്ലാഹ്, നിന്നെ ഒന്ന് കാണിച്ചു തരാമോ? നിന്നിലേക്കൊന്ന് നോക്കാൻ എനിക്ക് തൗഫീക്ക് തരണേ എന്ന് പറഞ്ഞപ്പോൾ ഈ ഭൂമിയിൽ വെച്ചതിന് സാധിച്ചിട്ടില്ല. എന്നാൽ ലോകത്തുള്ള എല്ലാ വിശ്വാസികൾക്കും നാളെ പരലോക നാളിൽ റബ്ബിന്റെ കോടതിയിലെത്തുമ്പോൾ മഹാനായ റബ്ബുൽ ആലമീനിനെ കണ്ട് ആനന്ദിക്കാനാകുമെന്നാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്.
അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ള ഹദീസിൽ കാണാം, ഒരു കൂട്ടം ആളുകൾ വന്നുകൊണ്ട് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ് ഹൽ നറാ റബ്ബനാ യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ റബ്ബിനെ കാണാനാകുമോ പ്രവാചകരെ, അല്ലാഹനെ കാണാൻ സാധിക്കുമോ? ഫഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, ചോദിക്കുകയാണ് അവിടുന്ന്, ഹൽ തുലാമൂന ഫീ റുയത്തിൽ ഖമരി ലൈലത്തൽ ബദ്രി, പൂർണ്ണചന്ദ്രൻ ഇങ്ങനെ പ്രകാശിച്ചു കൊണ്ടിരിക്കുന്ന രാത്രിയിൽ ആ പൂർണ്ണചന്ദ്രനെ കാണുന്നതിൽ നിന്ന് നിങ്ങൾക്ക് വല്ല മറയുമുണ്ടാകാറുണ്ടോ? സഹാബത്തൊന്നടങ്കം പറഞ്ഞു, ലാ യാ റസൂലല്ലാഹ്, ഇല്ല പ്രവാചകരെ, ഞങ്ങൾക്ക് കാണാനാകും. ഉടനെ റസൂലുള്ളാഹിന്റെ അടുത്ത ചോദ്യം, ഹൽ തുലാമൂന ഫീ റുയത്തിശ് ശംസി ലൈസ ദൂനഹാ സഹാബ്, ഒരു മേഘങ്ങളുടെയും മറയില്ലാതെ സൂര്യനെ കാണാൻ നിങ്ങൾക്ക് കഴിയാറില്ലേ? സഹാബത്ത് പറഞ്ഞു, ഒരു മറയുമില്ലാതെ ഞങ്ങൾക്ക് കാണാൻ കഴിയും നബിയെ, അതിലൊരു സംശയവുമില്ല. അത് പറഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, എങ്കിൽ ഫഇന്നകും തറൗനഹു കദാലിക്, എങ്കിൽ അപ്രകാരം നിങ്ങൾക്ക് നിങ്ങളുടെ റബ്ബിനെ കണ്ടെത്താം. ആ ആഗ്രഹവും ആ ഓഫറും നമ്മുടെ മനസ്സിൽ നിലനിൽക്കുകയാണ്. അതാണ് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുന്നത്, ഉജൂഹു യൗമഇദിൻ നാദിറ ഇലാ റബ്ബിഹാ നാദിറ, ഉജൂഹു യൗമഇദിൻ നാദിറ, ചില മുഖങ്ങളതാന്ന് പ്രസന്നഭാവത്തോടെ ഇരിക്കുന്നു, മുഖങ്ങളന്ന് പ്രകാശിക്കുകയാണ്, വെട്ടിത്തിളങ്ങുകയാണ്. എന്താണ് കാരണം? ഇലാ റബ്ബിഹാ നാദിറ, ആ റബ്ബിലേക്ക് ആ മനുഷ്യന്മാര് മുഅ്മിനുകൾ അവരുടെ റബ്ബിനെ കണ്ട സന്തോഷം കൊണ്ട് അവരുടെ മുഖമാകെ വെട്ടിത്തിളങ്ങുന്നു, പ്രകാശം വഴിക്കുന്നു, പ്രസന്നവദനമായ രൂപത്തിൽ അവർക്കവിടെ അല്ലാഹുവിനെ കാണാൻ സാധിക്കുന്നു. അതേ അവസരത്തിൽ സഹോദരന്മാരെ, അല്ലാഹു വളരെ ഗൗരവത്തോടുകൂടെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, അത് മുഅ്മിനുകൾക്കല്ലാതെ റബ്ബിനെ കാണാൻ കഴിയില്ല. കാരണം അല്ലാഹു വളരെ കൃത്യമായി തന്നെ പറഞ്ഞു, കല്ലാ ഇന്നഹും അൻ റബ്ബിഹിം യൗമഇദിൻ ലമഹ്ജൂബൂൻ, കാഫിറുകളായ ആളുകൾക്ക് അല്ലാഹുവിനെ കാണാൻ കഴിയില്ല. റബ്ബിന്റെ കോടതിയിൽ പോയി അവനെ നോക്കിക്കാണാനുള്ള സൗഭാഗ്യം, അല്ലാഹുവിനെ വന്ന് നോക്കിയിട്ട് അവരുടെ മുഖങ്ങൾക്കൊന്ന് പ്രസന്നത പകരാൻ കാഫിറുകൾക്ക് തൗഫീഖില്ല. അവരുടെയും റബ്ബിന്റെയും ഇടക്ക് ലമഹ്ജൂബൂൻ, മറയിടപ്പെടുമെന്നാണ് അല്ലാഹു തആല പറയുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, റബ്ബിനെ കാണും അത് മുഅ്മിനുകൾ മാത്രമാണ് കാണുന്നതെങ്കിൽ ഈ മഹനീയമായ രാത്രിയിൽ നമ്മളെല്ലാം പുണ്യങ്ങൾ ഇങ്ങനെ വർഷിച്ചു കൊണ്ടിരിക്കുന്ന ഈ രാത്രിയിൽ ഈ മഹത്തായ സദസ്സിൽ വെച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം, അല്ലാഹുവേ ഇന്നാ നസ്അലുക ലദ്ദത്തൻ നളരി ഇലാ വജ്ഹികൽ കരീം, റബ്ബേ നിന്റെ പരിപാവനമായ ആ നിന്നെ നോക്കിക്കാണാനുള്ള തൗഫീഖ് നീ ഞങ്ങൾക്ക് തരണേ റഹ്മാനേ. കാരണം ആ രൂപത്തിലുള്ള കാഴ്ചക്ക് വേണ്ടി നമ്മൾ പുറപ്പെടുന്ന ഒരു ദിനമുണ്ട്, അല്ലാഹനെ കാണാൻ വേണ്ടി നമ്മൾ പുറപ്പെടുന്ന ഒരു ദിവസമുണ്ട് സഹോദരന്മാരെ. റബ്ബിനെ കാണാൻ വേണ്ടി യാത്ര പോകുന്ന ആ ദിവസം അതൊരു വല്ലാത്ത ദിവസമാണ്. ഏതാണ് ആ ദിവസം എന്ന് അറിയാമോ? ഞാനും നിങ്ങളും മരണത്തിന്റെ മലക്കിന്റെ മുമ്പിൽ കിടന്നു കൊടുക്കുന്ന ദിവസം. വളരെ ഗൗരവത്തോടെ എന്റെ സഹോദരന്മാര് മനസ്സിലാക്കണം, റബ്ബിനെ കാണാനുള്ള പുറപ്പാടാണ്, റബ്ബിന്റെ കോടതിയിലേക്കുള്ള പുറപ്പാടാണ്. ആ റൂട്ടിലേക്കുള്ള യാത്ര ആരംഭിച്ചു കഴിയുന്നു. ആ നേരത്ത് എപ്പോഴാണ്, ഏത് അവസരത്തിൽ ആർക്കൊക്കെ അല്ലാഹനെ കാണാൻ ഇഷ്ടമുണ്ടാകുമോ അവരെ കാണാൻ അല്ലാഹുവിനും ധൃതിയാണ്. ആർക്കൊക്കെ റബ്ബിനെ കാണാൻ വെറുപ്പ് തോന്നുമോ അവരെ കാണാൻ അല്ലാഹുവിനും താല്പര്യമില്ല.